Audio Jungle. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു FTA വ്ലോഗ്. FTA വ്ലോഗിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, നമ്മളിന്ന് പുതിയ ഒരു എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള ഓസ്മോസിസ്, ഓസ്മോട്ടിക് പ്രഷർ എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ത്രൂ ഔട്ടായിട്ട് കാണുക. ഇതുവരെ നമ്മൾ 2 ചാപ്റ്ററുകളാണ് എടുത്തിരുന്നത്. ഒന്ന് സോളിഡ് സ്റ്റേറ്റ്, രണ്ടാമത്തെ സൊല്യൂഷൻ്റെ അവസാനത്തെ എപ്പിസോഡിലേക്ക് പോവാണ്. അടുത്ത എപ്പിസോഡ് കൂടി സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ തീരും. ഓരോ എപ്പിസോഡും നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. എല്ലാവരും അത് നന്നായിട്ട് പഠിക്കുക കൂടി ചെയ്യുമ്പോൾ മാത്രമേ അതിനൊരു പൂർണ്ണത ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. വെറുതെ കണ്ടുവിടരുത്. ഓൺലൈൻ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് എല്ലാവരും വളരെ ആവേശമായിരുന്നു പഠിക്കുന്ന കാര്യത്തിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എല്ലാവർക്കും ആവേശം കെട്ടുപോയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ആവേശം ചോർന്നു പോകാതെ നിങ്ങൾ കൃത്യമായി പഠിക്കണം. കാരണം നിങ്ങൾ എന്തായാലും പരീക്ഷ എഴുതേണ്ടി വരും. മാത്രമല്ല ഭാവിയിലൊരു എൻട്രൻസ് എക്സാമോ മറ്റു കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ഈ പാഠങ്ങളൊക്കെ നിങ്ങളെ സഹായിക്കും. അപ്പോൾ എല്ലാവരും കൃത്യമായി വീഡിയോ കാണുന്നതോടൊപ്പം കൃത്യമായി നോട്ട് എഴുതുകയും കൃത്യമായി പഠിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള ഓസ്മോസിസ്, ഓസ്മോട്ടിക് പ്രഷർ, അതുപോലെ അപ്ലിക്കേഷൻ ഓഫ് ഓസ്മോട്ടിക് പ്രഷർ, ഹൈപ്പർടോണിക്, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, റിവേഴ്സ് ഓസ്മോസിസ്, പിന്നെ അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ഒരു നല്ല ക്ലാസ്സാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക. നമ്മുടെ അമ്പിച്ചു ഇവിടെയുണ്ട്. അമ്പിച്ചുവിൻ്റെ ഓരോ ദിവസവും ഓരോ എപ്പിസോഡിലും ഓരോ മാജിക് ഉണ്ടാവാറുണ്ട്. അമ്പിച്ചുവിൻ്റെ മാജിക് ഉണ്ടോ? എന്താ മാജിക്? അമ്പിച്ചു എപ്പോഴും മാജിക്കൽ സസ്പെൻസ് ആണ്. അമ്പിച്ചു ഇങ്ങനെ ക്യാഷൊക്കെ എടുത്തിട്ട് എന്തൊക്കെ 10 രൂപ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പുറകെ നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തോ ക്യാഷ് കൊണ്ടുള്ള എന്തോ ഒരു ഐഡിയ ആണ് തോന്നുന്നു ഇപ്രാവശ്യം. ഓക്കെ ആണോ? അപ്പോൾ അമ്പിച്ചുവിൻ്റെ മാജിക് എല്ലാവരും കാണുക. മാജിക്കിന് ശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവരും കാണണം. കണ്ടിട്ട് ശേഷം നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങൾ പുതിയ കുട്ടികളിലേക്ക് എത്തിക്കുക. എപ്പോഴും FTA വ്ലോഗുമായിട്ട് കോൺടാക്ട് ചെയ്ത് നിൽക്കുക. FTA വ്ലോഗിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, www.ftacammagic.com. അത് നിങ്ങൾ സൈറ്റ് വിസിറ്റ് ചെയ്യുക. അതുപോലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, 3 വാട്സപ്പ് ഗ്രൂപ്പായി ഇപ്പോൾ. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സംശയങ്ങൾ ചോദിക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് ഇൻഫോർമേറ്റീവായിട്ട് നിങ്ങൾക്ക് തരും. അതുപോലെ ഈ വീഡിയോ ക്ലാസ് യൂട്യൂബിൽ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് മാജിക്കിലേക്ക് പോകാം, പിന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഹായ്, അപ്പോൾ ഞാനൊരു മാജിക് എന്ന് വെച്ചാൽ ഈ 10 രൂപ ഞാൻ 50 രൂപയാക്കി മാറ്റുന്ന ഒരു മാജിക്കാണ്. രൂപയായി 10 രൂപ 50 രൂപയായി. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മാങ്ങ ഉപ്പ് വെള്ളത്തിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ മാങ്ങ ചുരുങ്ങിയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതുപോലെ വാടിയ ഫ്ലവേഴ്സ്, പച്ചക്കറികളൊക്കെ ഫ്രഷ് വാട്ടറിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രഷ്നെസ് തിരിച്ചു വരുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറിയുടെയും ഫ്ലവറിൻ്റെയൊക്കെ ഫ്രഷ്നെസ് പോവാതിരിക്കാൻ വേണ്ടി നമ്മളത് വെള്ളത്തിനകത്ത് ഇട്ട് വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ ബ്ലഡ് സെൽസ് ഉപ്പ് വെള്ളത്തിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ബ്ലഡ് സെല്ല് കൊളാപ്സ് ചെയ്യുന്നതായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഫിനോമിന എന്താണ് എന്ന് നിങ്ങൾ പഠിക്കാൻ പോവാണ്. അതിനെന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫിനോമിന സംഭവിക്കുന്നത് അതിൻ്റെ പുറത്തൊരു മെംബ്രെയിൻ ഉള്ളതുകൊണ്ടാണ്. ഒരു മെംബ്രെയിൻ, ആ മെംബ്രെയിൻ എന്ന് പറയുന്നത് ആനിമൽ ഒറിജിനേറ്റഡോ അല്ലെങ്കിൽ വെജിറ്റബിൾ അല്ലെങ്കിൽ പ്ലാന്റ് ഒറിജിനേറ്റഡോ ആയിട്ടുള്ള മെംബ്രെയിൻസ് ആണ്. ഉദാഹരണത്തിന് പിഗ്സ് ബ്ലാഡർ, പന്നിയുടെ ബ്ലാഡർ, യൂറിനറി ബ്ലാഡർ, അല്ലെങ്കിൽ ഗോട്ട്, ഷീപ്പ് തുടങ്ങിയവയുടെ സ്കിന്നുകൾ, അതിനെയാണ് പർച്ച്മെന്റ് മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ ആനിമലി ഒറിജിനേറ്റഡ് ആണ്. അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ട് നമ്മൾ പ്ലാന്റ് സെല്ലിൽ നിന്ന് വെജിറ്റബിൾ ഒറിജിനേറ്റഡ് എന്ന് പറയുന്ന പ്ലാന്റ് സെല്ലിനെ ഒന്ന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെല്ലുലോസിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെല്ലോഫൈൻ മെംബ്രെയിൻ കിട്ടും.
അപ്പോൾ ഇത്തരം മെംബ്രെയിനുകൾ, പിഗ്സ് ബ്ലാഡർ, പർച്ച്മെന്റ് മെംബ്രെയിൻ, സെല്ലോഫൈൻ മെംബ്രെയിൻ, ഇത്തരം മെംബ്രെയിൻ്റെ പ്രത്യേകത അതൊരു തിൻ ഷീറ്റാണ്. മാത്രമല്ല ആ ഷീറ്റിനകത്ത് വളരെ മൈക്രോസ്കോപ്പിക് ആയ സെമി മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പോഴ്സ് ഉണ്ടാവും. ആ പോഴ്സിലൂടെ സോൾവെന്റ് മോളിക്യൂൾ മാത്രമേ പാസ് ചെയ്യുള്ളൂ. ബിഗ്ഗർ മോളിക്യൂൾസിന് പാസ് ചെയ്യാൻ പറ്റില്ല. സോൾവെന്റ് മോളിക്യൂൾ വാട്ടർ അതിനകത്തൂടെ പാസ് ചെയ്യും. അങ്ങനെ വാട്ടറിന് മാത്രം, സോൾവെന്റ് മോളിക്യൂൾ മാത്രം പാസ് ചെയ്യാൻ പറ്റുന്ന, ബിഗ്ഗർ മോളിക്യൂൾസിനെ പാസ് ചെയ്യാൻ പറ്റാതെയുള്ള അത്തരം മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഓക്കെ, അപ്പോൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ആനിമൽ ഒറിജിനേറ്റഡ് ആണ്, അല്ലെങ്കിൽ വെജിറ്റബിൾ ഒറിജിനേറ്റഡ് ആണ്. അത് പിഗ്സ് ബ്ലാഡർ ഉണ്ട്, അല്ലെങ്കിൽ പർച്ച്മെന്റ് മെംബ്രെയിൻ ഉണ്ട്, അല്ലെങ്കിൽ സെല്ലോഫൈൻ മെംബ്രെയിൻ ഉണ്ട്. ഇതൊക്കെ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. സ്മോൾ പോഴ്സ് ഉണ്ട്, അതിലൂടെ സോൾവെന്റ് മോളിക്യൂൾസ് മാത്രമേ ഫ്ലോ ചെയ്യുകയുള്ളൂ. അത്തരം മെംബ്രെയിനുകൾ വിളിക്കുന്ന പേരാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. അങ്ങനെ സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചുകൊണ്ട് നമ്മൾ സോൾവെന്റിനെയും സൊല്യൂഷനെയും സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സോൾവെന്റ് മോളിക്യൂൾസ് ഈ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ സൊല്യൂഷൻ സൈഡിലേക്ക് പോകും. ദിസ് ഫിനോമിന ഈസ് കോൾഡ് ഓസ്മോസിസ്. അതുകൊണ്ടാണ് മാംഗോ വെള്ളത്തിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? മാംഗോ നമ്മൾ ഇടുന്നത് ഉപ്പ് വെള്ളത്തിനകത്താണ്. ഉപ്പ് വെള്ളം എന്ന് പറയുന്ന മോർ കോൺസെൻട്രേറ്റ് ആയ ഭാഗമാണ്. മാംഗോക്കകത്തുള്ള സെൽ സാപ്പ് ആ സെല്ലിനകത്തൂടെ, സെൽ മെംബ്രെയിനിലൂടെ എന്ത് ചെയ്യും? ഈ പറയുന്ന ഉപ്പ് വെള്ളത്തിനകത്തേക്ക് പോകും, മൂവ് ചെയ്യും. അപ്പോൾ മാംഗോ എന്ത് ചെയ്യും? ചുരുങ്ങിപ്പോകും. അതുപോലെ ഫ്രഷ് വാട്ടറിനകത്തേക്ക് നമ്മൾ ഫ്ലവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ഫ്ലവേഴ്സിൻ്റെ സെൽ മെംബ്രെയിനിലൂടെ എന്ത് സംഭവിക്കും? ഫ്രഷ് വാട്ടർ ഈ ഫ്ലവേഴ്സിൻ്റെ അകത്തേക്ക്, സെല്ലിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ വാട്ടം, അതിൻ്റെ ഉണക്കമൊക്കെ കുറഞ്ഞു കിട്ടും, അല്ലെങ്കിൽ ഉണങ്ങുന്ന സമയം കുറച്ച് ദീർഘിപ്പിച്ച് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോസിസ്. അപ്പോൾ എന്താണ് ഓസ്മോസിസ് എന്ന് നമുക്ക് ഒരു എക്സാമ്പിളൂടെ കാണാം. നമ്മളൊരു ബീക്കറിനകത്ത് എന്തെടുക്കുക? ഫ്രഷ് വാട്ടർ എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് തിസിൽ ഫണൽ, ഈ ഒരു കാപ്പിലറി ട്യൂബിൻ്റെ എൻഡിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഗ്ലാസിൻ്റെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലുള്ള സാധനമാണ് തിസിൽ ഫണൽ. ആ തിസിൽ ഫണലിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാം? ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ കൊണ്ട്, പർച്ച്മെന്റ് മെംബ്രെയിൻ കൊണ്ടോ സെല്ലോഫൈൻ മെംബ്രെയിൻ കൊണ്ടോ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട്, റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നേരെ തല തിരിച്ച് പിടിക്കുക. തല തിരിച്ച് പിടിച്ചതിന് ശേഷം അതിനകത്തേക്ക് സാൾട്ട് വാട്ടർ ഒഴിക്കുക, ഒരു സൊല്യൂഷൻ എടുക്കുക എന്നർത്ഥം. എന്നിട്ട് സാൾട്ട് വാട്ടർ എടുത്തിട്ട് അതിൻ്റെ കാപ്പിലറി ട്യൂബിൽ ഒരു മാർക്ക് ചെയ്യുക. എന്നിട്ട് നേരത്തെ ബീക്കറിനകത്ത് എടുത്തിരിക്കുന്ന വെള്ളത്തിനകത്തേക്ക് ഈ തിസിൽ ഫണൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂഷൻ താഴ്ത്തി വെക്കുക. നിങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്നിട്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഒഴിച്ച ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനകത്ത് ആ സൊല്യൂഷൻ്റെ ലെവൽ ഒന്ന് ആ കാപ്പിലറി ട്യൂബിൽ ഒരു മാർക്കർ കൊണ്ട് മാർക്ക് ചെയ്ത് വെക്കണം. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ കാപ്പിലറി ട്യൂബിൻ്റെ മുകളിലോട്ട്, നേരത്തെ മാർക്ക് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി മുകളിലോട്ട് അതിൻ്റെ ലെവല്, ആ സൊല്യൂഷൻ്റെ ലെവൽ വർദ്ധിച്ചതായിട്ട് കാണാം. എന്താ കാരണം? ഈ ബീക്കറിനകത്തുള്ള ഫ്രഷ് വാട്ടർ എന്ത് സംഭവിച്ചു? ഈ സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ ഈ സൊല്യൂഷൻ അകത്തേക്ക് വന്നു. അപ്പോൾ സൊല്യൂഷൻ്റെ ലെവല് കാപ്പിലറി ട്യൂബിൽ വർദ്ധിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് സൊല്യൂഷൻ. നമ്മൾ ഒരു ഡയഗ്രാം ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡയഗ്രാം. ഈ ഡയഗ്രാം ഇതുപോലെ നിങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓസ്മോസിസ് എന്നാൽ എന്താണ് ഓസ്മോസിസ്? ഓസ്മോസിസ് ഈസ് ദ ഫിനോമിനൻ ഓഫ് മൂവ്മെന്റ് ഓഫ് solvent molecule from solvent side to solution side through a semi permeable membrane. അത് കിട്ടി. സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്താണ് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, ഇനി ഓസ്മോസിസിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് സ്കെച്ച് വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ കണ്ടതുപോലെ നിങ്ങൾ വരയ്ക്കുകയും ചെയ്യും. ഓക്കെ, ഇനി ഈ ഓസ്മോസിസ് എത്ര വരെയാ തുടരുക? ഓസ്മോസിസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. അപ്പോൾ നടക്കുന്നത് നമ്മൾ എത്ര വരെയാണ് നടക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നടക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നത് വരെ. ഓസ്മോസിസ് എത്ര വരെയാണ് നടക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓസ്മോസിസ് നടക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നവരെ. അപ്പോൾ ഓസ്മോസിസ് നടക്കുന്നത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? നിങ്ങൾ നോക്കൂ, ഈ ഡയഗ്രം നോക്കൂ. ഇതിനകത്ത് രണ്ട് ബീക്കറുകളെ തമ്മിൽ ഒരു പൈപ്പ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനും വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒന്നിൽ സോൾവെൻ്റ് ആണ്, മറ്റതിനകത്ത് സൊല്യൂഷൻ ആണ്.
അല്ലേ? ഈ സോൾവെന്റിന്റെയും സൊല്യൂഷന്റെയും സർഫസിലേക്ക് അറ്റ്മോസ്ഫിയർ ഒരു പ്രഷർ ചെലുത്തുന്നുണ്ട് അല്ലേ? ആ അറ്റ്മോസ്ഫിയർ പ്രഷറിന് ആനുപാതികമായിട്ടാണ് സോൾവെന്റ് എന്ത് ചെയ്യുന്നത്? ലെവല് വിധാനം പാലിക്കുന്നു. സോൾവെന്റ് ഒരേ ലെവലിൽ നിൽക്കും അല്ലേ? നമുക്കറിയാം, അതൊക്കെ നിങ്ങൾ മുമ്പ് പഠിച്ചതാണ്. അപ്പോൾ ഒരേ ലെവലിലാണ് അവിടെ നിൽക്കുക. ഇനി ഓസ്മോസ് സംഭവിക്കുമ്പോഴോ ഈ സോൾവെന്റ് സൈഡിൽ നിന്ന് സെമി പെർമേബിളിലൂടെ മെംബ്രെയിനിലൂടെ സോൾവെന്റ് മോളിക്യൂൾസ് മെല്ലെ സൊല്യൂഷൻ സൈഡിലേക്ക് വരും. അപ്പോൾ സൊല്യൂഷൻ സൈഡിലേക്ക് വരുമ്പോൾ സൊല്യൂഷന്റെ ലെവൽ മെല്ലെ വർദ്ധിക്കും. അപ്പോൾ വർദ്ധിക്കുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിസ്റ്റൺ ഉപയോഗിച്ചുകൊണ്ട് സൊല്യൂഷന്റെ സർഫസിൽ മൊത്തമായി കവർ ചെയ്യുന്ന രീതിയിൽ ഒരു പിസ്റ്റൺ സെറ്റ് ചെയ്യുക. അതിൻ്റെ മുകളിലേക്ക് ഒരു പ്രഷർ, ഒരു ഫോഴ്സ് നമ്മൾ ചെലുത്തുക. ഒരു ഫോഴ്സ് ചെലുത്തി കഴിഞ്ഞാൽ സൊല്യൂഷന്റെ ലെവൽ വർദ്ധിക്കില്ല. അപ്പോൾ സൊല്യൂഷൻ ലെവൽ എന്തുകൊണ്ടാണ് വർദ്ധിക്കുന്നത്? ഓസ്മോസിസ് മുഖേനയാണ് സൊല്യൂഷന്റെ ലെവൽ വർദ്ധിക്കേണ്ടിയിരുന്നത്. പക്ഷേ സൊല്യൂഷന്റെ ലെവൽ വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? സൊല്യൂഷൻ സൈഡിൽ ഒരു പിസ്റ്റൺ ഉപയോഗിച്ച് ഒരു പ്രഷർ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ പ്രഷർ കൊടുക്കുന്നിടത്തോളം കാലം സോൾവെന്റ് മോളിക്യൂൾസ് എന്ത് ചെയ്യില്ല? ഇങ്ങോട്ട് സൊല്യൂഷനിലേക്ക് സെമി പെർമനന്റ് മെംബ്രെയിനിലൂടെ വരികയില്ല. അങ്ങനെ കൊടുക്കുന്ന ആ എക്സ്ട്രാ പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓസ്മോട്ടിക് പ്രഷർ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് പൈ. പൈ എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്തിനാ കൊടുക്കുന്നത്? ഓസ്മോസിസ് സംഭവിക്കാതിരിക്കാൻ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇറ്റ് ഈസ് ആൻ എക്സ്ട്രാ പ്രഷർ ദാറ്റ് ഷുഡ് ബി അപ്ലൈഡ് ഓൺ സൊല്യൂഷൻ സൈഡ് to prevent osmosis from solvent to solution through a semi-permeable membrane. What is osmotic pressure? It is the excess pressure that should be applied on solution side to prevent osmosis. എന്ന് എഴുതിയാൽ മതി. വേണമെങ്കിൽ കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ to prevent osmosis from solvent to solution through a semi-permeable membrane. It is represented by the symbol pi. Clear? Okay. ഈ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഓസ്മോട്ടിക് പ്രഷറും വർദ്ധിക്കുന്നു. സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ വർദ്ധിക്കുന്നതനുസരിച്ച് ഓസ്മോട്ടിക് പ്രഷറും വർദ്ധിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. സൊല്യൂഷനകത്ത് ഇടുന്ന സോൾവെന്റിനകത്ത് നമ്മൾ സൊല്യൂട്ട് ഇട്ടിട്ടാണല്ലോ സൊല്യൂഷൻ ഉണ്ടാക്കുക. ആ സൊല്യൂട്ട് മോളിക്യൂൾസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? ഓസ്മോട്ടിക് പ്രഷറും വർദ്ധിക്കുന്നതായിട്ട് എക്സ്പെരിമെന്റലി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടാവും. എന്താണ്? എക്സ്പെരിമെന്റലി ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഫൗണ്ട് ടു ബി പ്രൊപ്പോർഷണൽ ടു മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ. നമ്മൾ കഴിഞ്ഞ 2 ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടി പറയുമ്പോഴും, അതായത് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് പറയുമ്പോഴും ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് പറയുമ്പോഴും ഡിപ്പെൻസ് അപ്പോൺ മൊളാലിറ്റി, സ്മോൾ ലെറ്റർ എം, മൊളാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ എന്നാണ് പറഞ്ഞത്. എന്നാൽ ഓസ്മോട്ടിക് പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത് മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ ആണ്. നമ്മൾ എടുത്തിരിക്കുന്ന ബീക്കറിനകത്തിരിക്കുന്ന വോളിയം, ആ സൊല്യൂഷന്റെ വോളിയത്തെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ഇക്വേഷൻ എഴുതാം? പൈ പ്രൊപ്പോർഷണൽ ടു എം. ക്യാപിറ്റൽ എം ആണ് മൊളാരിറ്റി എന്ന് നമ്മൾ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഭാഗം ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ സി എന്നാണ് കൊടുത്തിരിക്കുന്നത്. മൊളാരിറ്റിക്ക് സി എന്ന വേർഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പൈ പ്രൊപ്പോർഷണൽ ടു മൊളാരിറ്റി എന്ന് എഴുതാം, അല്ലെങ്കിൽ പൈ പ്രൊപ്പോർഷണൽ ടു സി എന്നും എഴുതാം. ഓക്കെ, ഞാൻ സൗകര്യാർത്ഥം എം എന്നാണ് കൊടുക്കുന്നത്, കാരണം നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ ആദ്യ ഭാഗത്തെ നമ്മൾ എം എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൈ ഈസ് ഈക്വൽ ടു എം ആർ ടി എന്ന് കിട്ടും. ആ പ്രൊഫഷണാലിറ്റി കോൺസെപ്റ്റ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ പൈ ഈക്വൽ ടു എം ആർ ടി എന്ന് കിട്ടും, അല്ലെങ്കിൽ പൈ ഈക്വൽ ടു സി ആർ ടി. വേർ പൈ ഈസ് ഈക്വൽ ടു ഓസ്മോട്ടിക് പ്രഷർ, എം ഈസ് ഈക്വൽ ടു മൊളാരിറ്റി, ആർ ഈസ് ഈക്വൽ ടു യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, and T equal to temperature at that situation. Okay, അപ്പോൾ pi proportional to molarity ആണ്, so it is a colligative property. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ എന്നാൽ എന്തെന്നൊരു ഡെഫിനിഷൻ കൊടുത്തതിന് ശേഷം എക്സ്പെരിമെന്റലി ഓസ്മോട്ടിക് പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടു മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഓർ ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഈക്വൽ ടു പൈ ഈക്വൽ ടു എം ആർ ടി എന്ന് എഴുതുക. എന്നിട്ട് പറയും ഇറ്റ് ഈസ് എ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, ഇനി നമ്മൾ കണ്ടെത്തുന്നത് മോളിക്കുലാർ മാസ് എക്സ്പ്രഷൻ ഫ്രം ഓസ്മോട്ടിക് പ്രഷർ എക്സ്പ്രഷൻ. എന്താണ് മോളിക്കുലാർ മാസ് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്? നമുക്കിപ്പോൾ കിട്ടിയത് എന്താണ്? പൈ ഈക്വൽ ടു എം ആർ ടി. പൈ ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു ആർ ടി. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം? N2/V അല്ലേ? നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് പെർ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ആണ് മൊളാരിറ്റി. അപ്പം N2/V. ഇനി നമുക്ക് അപ്പം നമ്മൾ എന്ത് എഴുതും? പൈ ഈക്വൽ ടു N2 RT/V. ഇനി നമ്മൾ എന്ത് ചെയ്യണം?
N2 നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ മാറ്റിയാൽ വെയിറ്റ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. N2 ഈക്വൽ ടു W2 ബൈ M2 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പൈ ഈക്വൽ ടു W2 RT ബൈ M2 V. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് മോളിക്കുലാർ മാസിന്റെ എക്സ്പ്രഷൻ ആണല്ലോ കിട്ടേണ്ടത്. അപ്പോൾ M2നെയും പൈനെയും അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ M2 ഈക്വൽ ടു W2 RT ഡിവൈഡഡ് ബൈ പൈ V എന്ന് നമുക്ക് കിട്ടും. ഇതാണ് മോളിക്കുലാർ മാസ് എക്സ്പ്രഷൻ ഫോർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലായോ? എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്ന ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു. ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കണ്ടെത്താനുള്ള എക്സ്പ്രഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അഡ്വാൻറ്റേജ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ ഓവർ അതർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയ ഓസ്മോട്ടിക് പ്രഷറിന് മറ്റു കോളിഗേറ്റീവ് പ്രോപ്പർട്ടികളായ റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്നിവയുടെക്കാൾ കുറച്ചും കൂടി അഡ്വാൻറ്റേജസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിലാണ് ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ മെച്ചം. സെക്കൻഡ്ലി, മൊളാരിറ്റി ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് മൊളാലിറ്റി. നമ്മൾ പഠിച്ചിട്ടുണ്ട് എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് സമയത്തും ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് സമയത്തും ദ പ്രോപ്പർട്ടി ഈസ് റിലേറ്റഡ് ടു മൊളാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ, സ്മോൾ ലെറ്റർ M ഓഫ് ദ സൊല്യൂഷൻ. ബട്ട് ഹിയർ ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ. മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ എന്നറിയാം. വോളിയം ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ അനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഈ ഓസ്മോട്ടിക് പ്രഷർ തരും എന്നുള്ളതാണ് മറ്റൊരു ഗുണം. എന്തുകൊണ്ട്? ഇത് മൊളാരിറ്റിയെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, ദ മെഷർഡ് വാല്യൂ ഈസ് ഫോൺ ടു ബി ഗ്രേറ്റർ ഈവൻ ഫോർ ഡയലൂട്ട് സൊല്യൂഷൻ while comparing to other colligative properties. മറ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഡയലൂട്ട് സൊല്യൂഷൻ പോലും ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് വാല്യൂസിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ ഹൈ ആയിട്ട് കിട്ടുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്ന് കാരണത്താലാണ് ഓസ്മോട്ടിക് പ്രഷർ മറ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയേക്കാളും കുറച്ചും കൂടി നല്ല മെത്തേഡ് എന്ന് പറയാനുള്ള കാരണം. ഉദാഹരണത്തിന്, ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ദി മെഷർമെന്റ് ഓഫ് മോളിക്കുലാർ മാസ് ഓഫ് പോളിമേഴ്സ്, especially proteins and even for biomolecules also. ബയോമോളിക്യൂൾസ് ഒക്കെ നമുക്കറിയാം ഹയർ ടെമ്പറേച്ചറിൽ അത് അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ലോവർ ടെമ്പറേച്ചറിൽ അത് സ്റ്റേബിൾ ആയിരിക്കും. ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് നടത്തുന്നത് റൂം ടെമ്പറേച്ചറിലായതുകൊണ്ട് ഈ ബയോമോളിക്യൂൾസിന്റെ ഒക്കെ മോളിക്കുലാർ മാസ് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് വാല്യൂ കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം. അപ്പോൾ ഇതൊക്കെയാണ് ഓസ്മോട്ടിക് പ്രഷറിനെ മറ്റു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെന്റിൽ നിന്നും കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രാധാന്യം നൽകുന്നത്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് 7 പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസ് ആണ്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. A raw mango placed in concentrated salt solution loses water through osmosis and shrivel into pickle. നമുക്കറിയാം മാംഗോ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഉപ്പുവെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ മാംഗോയ്ക്കകത്തുള്ള സെൽ സാപ്പിൻ്റെ കോൺസെൻട്രേഷനേക്കാൾ കൂടുതലായതുകൊണ്ട് മാംഗോയ്ക്കകത്ത് നിന്നും ഫ്ലൂയിഡ് ഉപ്പുവെള്ളത്തിനകത്തേക്ക് സെമി പെർമബിൾ മെംബ്രെയിനിലൂടെ പോകും. അപ്പോൾ ഈ ഒരു സംഭവം സംഭവിക്കുമ്പോൾ ഉപ്പുമാങ്ങ എന്ത് ചെയ്യും? ചുരുങ്ങി വരുന്നു. നമ്മൾ സാധാരണ വീടുകളിലൊക്കെ അല്ലേ ഭക്ഷണത്തിൻ്റെ കൂടെ ഉപ്പിലിട്ട മാങ്ങ നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ അച്ചാറായിട്ടൊക്കെ അച്ചാറിനെ പോലെയുള്ള സാധനമായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. അവിടെ ഓസ്മോസിസ് ആണ് സംഭവിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ ആണ് wilted flowers revive when placed in fresh water. Water will move into its cells through osmosis. അതായത് വാടിയ പൂക്കളൊക്കെ നമ്മൾ ഫ്രഷ് വാട്ടറിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും അതിൻ്റെ ഫ്രഷ്നെസ് തിരിച്ചു കിട്ടും. അതിന് കാരണം ഫ്രഷ് വാട്ടറിനകത്തുള്ള വാട്ടർ മോളിക്യൂൾസ് ഈ ഫ്ലവറിൻ്റെ സെൽ മെംബ്രെയിനിലൂടെ ഫ്ലവറിൻ്റെ അതിൻ്റെ ഉള്ളിനകത്തേക്ക് പ്രവേശിക്കുകയും അത് വീണ്ടും പഴയ രൂപത്തിലേക്ക് ആവുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെയും സംഭവിക്കുന്നത് ഓസ്മോസിസ് ആണ്. ഇനി മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ്
A carrot that has become limp because of water loss into the atmosphere can be placed into the water, making it firm once again. Water will move into its cells through osmosis. നമുക്കറിയാം ക്യാരറ്റൊക്കെ ഉണങ്ങി വാടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് ഫ്രഷ് വാട്ടറിനകത്തേക്ക് ഇടുകയാണെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും, ഈ ക്യാരറ്റിനകത്തേക്ക് ഓസ്മോസിലൂടെ അതിൻ്റെ മെംബ്രെയിനിലൂടെ കടന്നു വരികയും ക്യാരറ്റ് വീണ്ടും അതിൻ്റെ പഴയ പോലെ അതിൻ്റെ ഫ്രഷ്നസ് അതിന് തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇനി നാലാമത്തെ അപ്ലിക്കേഷനിലേക്ക് പോകാം. When placed in water containing less than 0.9% mass by volume salt solution, blood cells swell due to flow of water in them by osmosis. അതായത് ഇവിടെ നമുക്ക് സോഡിയം ക്ലോറൈഡിൻ്റെ 0.9% കോൺസെൻട്രേഷൻ ലായനി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നറിയണം. 0.9 ഗ്രാം സോഡിയം ക്ലോറൈഡ് 100 ml വാട്ടറിനകത്തേക്ക് ഇടുമ്പോഴാണ് 0.9% സോഡിയം ക്ലോറൈഡ് ലായനി ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ ഉണ്ടാക്കേണ്ടത് 0.9%-നേക്കാളും കുറവുള്ള മാസ് ബൈ വോളിയം കുറവുള്ള ഒരു സോഡിയം ക്ലോറൈഡ് ലായനി ഉണ്ടാക്കുകയും അതിനകത്തേക്ക് ബ്ലഡ് സെൽ ഇടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സോഡിയം ക്ലോറൈഡ് എന്നതിൻ്റെ കോൺസെൻട്രേഷനാണ് ഇവിടെ കുറവ്, ബ്ലഡ് സെല്ലിനകത്തുള്ള ഫ്ലൂയിഡിൻ്റെ കോൺസെൻട്രേഷനാണ് കൂടുതൽ. അപ്പോഴെന്താ സംഭവിക്കുക, സോഡിയം ക്ലോറൈഡ് കോൺസെൻട്രേഷൻ കുറഞ്ഞ സോഡിയം ക്ലോറൈഡ് ലായനിക്കകത്ത് നിന്ന് സോൾവെൻ്റായ വാട്ടർ മോളിക്യൂൾസ് ബ്ലഡ് സെല്ലിനകത്തേക്ക് പ്രവേശിക്കുകയും ബ്ലഡ് സെല്ല് സ്വെല്ല് ചെയ്യുകയും അത് കൊളാപ്സ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോകാം. People taking a lot of salt or salty food experiences water retention in tissue cells and intercellular spaces because of osmosis. The resulting puffiness or swelling is called edema. അതായത് ഉപ്പ് അധികം കഴിക്കുന്ന ഉപ്പ് അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ അധികം കഴിക്കുന്ന ആൾക്കാരിൽ കാണുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനാണ് എഡിമ. ഉപ്പ് ഉള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ അത്തരം വ്യക്തികളിൽ ഇന്റർസെല്ലുലാർ സ്പേസിലും ടിഷ്യൂസിലും വാട്ടർ റീറ്റെയിൻ ചെയ്യും. അങ്ങനെ വാട്ടർ റീറ്റെയിൻ ചെയ്യുമ്പോൾ ഒരു പഫ്നെസ് അല്ലെങ്കിൽ സ്വെല്ലിംഗ് വരും. ഇതിനെയാണ് എഡിമ എന്ന് വിളിക്കുന്നത്. അതും ഓസ്മോസിസ് മുഖേനയാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. വാട്ടർ മൂവ്മെന്റ് ഫ്രം സോയിൽ ഇൻ ടു പ്ലാന്റ് റൂട്ട്സ് ആൻഡ് സബ്സീക്വന്റ്ലി ഇൻ ടു അപ്പർ പോർഷൻ ഓഫ് ദ പ്ലാന്റ് ഈസ് പാർട്ട്ലി ഡ്യൂ ടു ഓസ്മോസിസ്. പ്ലാന്റ് സെല്ലിനകത്ത് പ്ലാന്റുകളിൽ ഭൂമിയിൽ നിന്നും വെള്ളം റൂട്ടിലേക്ക് കയറുന്നതും അതുപോലെ റൂട്ടിൽ നിന്ന് ഇത് പ്ലാന്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ ടോപ്പ് ലെവലിലേക്ക് വരെയൊക്കെ വാട്ടർ എത്തുന്നത് എന്ത് മുഖേനയാണ്? ഒരു തരത്തിൽ പറഞ്ഞാൽ ഓസ്മോസിസ് മുഖേനയാണ് എന്ന് നമുക്ക് പറയാം. The preservation of meat by salting and fruits by adding sugar protects against bacterial action through the process of osmosis. A bacterium on salted meat or candied fruit loses water, shrivels and dies. നമുക്കറിയാം, ഇറച്ചി മീറ്റുകൾ നമ്മൾ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ആഡ് ചെയ്യാറുണ്ട്. അതുപോലെ ഫ്രൂട്ട്സ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പിനകത്തേക്ക് നമ്മൾ ഇട്ട് വെക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് പ്രിസർവേഷൻ നടക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബാക്ടീരിയ വരികയാണെങ്കിൽ ബാക്ടീരിയക്കകത്തുള്ള ജലാംശം, ബാക്ടീരിയ ബോഡിക്കകത്ത് നിന്നും വാട്ടർ ലോസ് ചെയ്തിട്ട് ഈ പറയുന്ന കോൺസെൻട്രേഷൻ കൂടിയ ഉപ്പ് സൊല്യൂഷൻ, ഉപ്പിൻ്റെ ഒരു സൊല്യൂഷൻ അവിടെ ഉണ്ടാവുമല്ലോ, അതുപോലെ ഷുഗർ സിറപ്പ് ഉണ്ടാവുമല്ലോ, അവിടത്തേക്ക് പോവുകയും ഈ ബാക്ടീരിയ എന്ത് ചെയ്യും, ഷ്രിങ്ക് ചെയ്യുകയും അത് പിന്നെ അത് ബാക്ടീരിയ ചത്തുപോകാൻ ഇടയാവുകയും ചെയ്യുന്നു. അപ്പോൾ ബാക്ടീരിയൽ ആക്ഷൻ അവിടെ പ്രിവെന്റ് ചെയ്യപ്പെടുന്നു, ബാക്ടീരിയക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പം ഇത് എന്തിലൂടെയാണ് സംഭവിക്കുന്നത്? ഓസ്മോസിലൂടെയാണ് സംഭവിക്കുന്നത്. അപ്പം ഞാൻ പ്രധാനപ്പെട്ട 7 അപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞത്. ഓരോ അപ്ലിക്കേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് ഈ അപ്ലിക്കേഷൻ എടുത്തുകൊണ്ട് ചോദിക്കും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓരോന്നിനും കാരണങ്ങൾ നമ്മൾ പറയാൻ പറ്റണം. എവിടുന്ന് എങ്ങോട്ടാണ് പിന്നെ സോൾവെന്റ് മോളിക്യൂൾസ് ഫ്ലോ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രക്രിയ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, യെസ്. അപ്പം ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഐസോട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പർടോണിക് സൊല്യൂഷൻ, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ? 2 സൊല്യൂഷൻ നമ്മൾ എടുക്കുകയാണ്. 2 സൊല്യൂഷൻ്റെയും ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 2 സൊല്യൂഷനെയും ഒരു സെമി പെർമിബിൾ മെംബ്രെയിൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ടോ ഇവിടുന്ന് അങ്ങോട്ടോ ഒന്നും എന്ത് ചെയ്യില്ല, സോൾവെന്റ് മോളിക്യൂൾ ഫ്ലോ ചെയ്യില്ല. അത്തരം സൊല്യൂഷനെയാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. 2 solutions having same osmotic pressure is called isotonic solution. Okay, yes. അതിന് എക്സാമ്പിൾ ആണ്
0.9% mass by volume of sodium chloride solution is isotonic with the blood. അപ്പോൾ നമ്മളെ ബ്ലഡ് സെല്ല് 0.9% ആയിട്ടുള്ള നോർമൽ സാലൈൻ വാട്ടർ എന്ന് പറയുന്ന ആ സാലൈൻ വാട്ടറിനകത്തേക്ക് ബ്ലഡ് സെൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കില്ല? ഓസ്മോസ് സംഭവിക്കുകയില്ല. ബ്ലഡ് സെല്ലിനകത്ത് നിന്ന് അതിൻ്റെ ഫ്ലൂയിഡ് സോഡിയം ക്ലോറൈഡ് ലായനിക്കകത്തേക്കോ സോഡിയം ക്ലോറൈഡ് ലായനിക്കകത്ത് നിന്ന് സോൾവെന്റ് ബ്ലഡിനകത്തേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല. കാരണം ബോത്ത് ഓഫ് ദം ഹാവ് സെയിം ഓസ്മോട്ടിക് പ്രഷർ, ഓർ വി ക്യാൻ സേ ബോത്ത് ആർ ഐസോട്ടോണിക് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഐസോട്ടോണിക് എന്താണെന്ന് മനസ്സിലായല്ലോ? യെസ്. ഇനി നമ്മൾ 0.9% കോൺസെൻട്രേഷൻ ഉള്ള സോഡിയം ക്ലോറൈഡ് ലായനിയുടെ കോൺസെൻട്രേഷൻ കുറച്ചും കൂടി വർദ്ധിപ്പിക്കുക. അങ്ങനെ വർദ്ധിച്ച സോഡിയം ക്ലോറൈഡ് ലായനി സൊല്യൂഷനകത്തേക്ക് ബ്ലഡ് സെൽ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ബ്ലഡ് സെല്ലിൽ നിന്നും ഫ്ലൂയിഡ് എന്ത് ചെയ്യും? ഈ സോഡിയം ക്ലോറൈഡ് ലായനിക്കകത്തേക്ക് ആ മെംബ്രെയിനിലൂടെ ഓസ്മോസ് നടക്കും. അപ്പോൾ ബ്ലഡ് സെൽ എന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്യും. ഓക്കെ. അപ്പോൾ അത്തരം സോഡിയം ക്ലോറൈഡ് ലായനിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അവിടെ ബ്ലഡ് സെല്ലിന്റെ ഓസ്മോട്ടിക് പ്രഷറും ഈ സോഡിയം ക്ലോറൈഡിന്റെ ഓസ്മോട്ടിക് പ്രഷർ നോക്കുമ്പോൾ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷറാണ് കൂടുതൽ. അങ്ങനെ മറ്റതിനേക്കാളും കൂടുതൽ ഓസ്മോട്ടിക് പ്രഷർ വരികയാണെങ്കിൽ അവരെ എന്ത് വിളിക്കും? ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കും. ഇനി സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ 0.9%-നേക്കാളും കുറക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ കുറച്ചതിന് ശേഷം അതിനകത്തേക്ക് ബ്ലഡ് സെൽ ഇട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞത് നേരെ തിരിച്ച് സംഭവിക്കും. അതായത് അവിടെ എന്ത് സംഭവിക്കും? ഈ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ നിന്നും സോൾവെന്റ് മോളിക്യൂൾസ് ബ്ലഡ് സെല്ലിനകത്തേക്ക് പ്രവേശിക്കുകയും ബ്ലഡ് സെല്ല് സ്വെല്ല് ചെയ്യുകയും അത് കൊളാപ്സ് ചെയ്യുകയും ചെയ്യും. അവിടെ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ബ്ലഡിനകത്തുള്ള ലിക്വിഡിന്റെ കോൺസെൻട്രേഷനേക്കാൾ കുറവാണ്. അപ്പോൾ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് വിളിക്കും? ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കും. ക്ലിയർ? അപ്പോൾ ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർഡ് ടു അതർ ലിക്വിഡ് ഓസ്മോട്ടിക് പ്രഷർ കൂടുതലായിരിക്കും. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർഡ് ടു അതർ ലിക്വിഡ് ഓസ്മോട്ടിക് പ്രഷർ കുറവായിരിക്കും. ഐസോട്ടോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലിക്വിഡിന്റെയും ഓസ്മോട്ടിക് പ്രഷർ സെയിം ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഓസ്മോട്ടിക് പ്രഷറിന്റെ റിലേഷൻ എങ്ങനെ എഴുതാം? പൈ ഈക്വൽ ടു MRT എന്നാണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് രണ്ട് സൊല്യൂഷൻ്റെയും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് T ഒഴിവാക്കാം. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, അതും ഒഴിവാക്കാം. അപ്പോൾ പൈ ഈക്വൽ ടു M എന്ന് കിട്ടും. ഒന്നാമത്തെ ലിക്വിഡിന്റെ ഓസ്മോട്ടിക് പ്രഷർ π1, അതിന്റെ മൊളാരിറ്റി M1 ആണെങ്കിൽ π1 ഈക്വൽ ടു M1 എന്ന് എഴുതാം. മറ്റൊന്നിന് π2 ഈക്വൽ ടു M2 എന്ന് എഴുതാം. π1/π2 എന്തായിരിക്കും? M1/M2 എന്നായിരിക്കും. ആ റിലേഷൻ കൂടി നിങ്ങൾ ഓർക്കുക. എൻട്രൻസിനൊക്കെ എക്സാം എഴുതുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മൊളാരിറ്റിയെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് N2/V എന്നൊക്കെ എഴുതിയിട്ട് നമുക്ക് അത് വെച്ചുകൊണ്ടുള്ള ചില പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ആ റിലേഷൻ ഓർമ്മയുണ്ടെങ്കിൽ. ഓക്കെ. യെസ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. എന്താണ് റിവേഴ്സ് ഓസ്മോസിസ്? നമ്മൾ പഠിച്ചു ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് പ്രഷർ ദാറ്റ് ഷുഡ് ബി അപ്ലൈഡ് ഓൺ സൊല്യൂഷൻ സൈഡ് ടു പ്രിവെന്റ് ഓസ്മോസിസ് ഫ്രം സോൾവെന്റ് ടു സൊല്യൂഷൻ, അല്ലേ? സോൾവെന്റിൽ നിന്ന് സൊല്യൂഷനിലേക്ക് വരുന്ന ഓസ്മോസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൊല്യൂഷനിലേക്ക് അപ്ലൈ ചെയ്യുന്ന പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ. ഈ അപ്ലൈ ചെയ്ത ഓസ്മോട്ടിക് പ്രഷർ വളരെ കൂടിപ്പോയാലോ എന്താ സംഭവിക്കുക? റിവേഴ്സ് ഓസ്മോസ് സംഭവിക്കും. ഈ സൊല്യൂഷനിൽ നിന്ന് സോൾവെന്റിനകത്തേക്ക് പോകാം. അതായത് നമ്മൾ ഓസ്മോസിസ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓസ്മോട്ടിക് പ്രഷർ കൊടുക്കുന്നത്. പക്ഷെ അപ്ലൈ ചെയ്ത ഓസ്മോട്ടിക് പ്രഷർ കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ സൊല്യൂഷൻ സൈഡിൽ നിന്നും സോൾവെന്റ് മോളിക്യൂള് എന്ത് ചെയ്യും? സോൾവെന്റ് ഭാഗത്തേക്ക് പോകും. കൂടിയ കോൺസെൻട്രേഷനിൽ നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് പോകും. നമ്മൾ പഠിച്ചത് കുറഞ്ഞ കോൺസെൻട്രേഷനിൽ നിന്നും കൂടിയ ഭാഗത്തേക്ക് സെമി പെർമനന്റ് മെമ്പറിലൂടെ വരുന്നതാണ് ഓസ്മോസിസ്. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സൊല്യൂഷൻ സൈഡിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ. ആ ഓസ്മോട്ടിക് പ്രഷർ കൂടിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഇങ്ങോട്ട് വരില്ല. ഈ സൊല്യൂഷനകത്തുള്ള സോൾവെന്റ് മോളിക്യൂള് ഈ സെമി പെർമനന്റ് മെംബ്രെയിനിലൂടെ എവിടത്തേക്ക് പോകും? സോൾവെന്റിലേക്ക് പോകും. അപ്പോൾ അത് ഓസ്മോസിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? റിവേഴ്സ് ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഇതിന് ഒരുപാട് പ്രാക്ടിക്കൽ യൂസേജ് ഉണ്ട്. ഡീസാലിനേഷൻ ഓഫ് സീ വാട്ടർ. ഇപ്പോൾ വാട്ടറിനൊക്കെ ലഭ്യതയൊക്കെ കുറവുള്ളത് കൊണ്ട് പല കൺട്രീസിലും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡീസാലിനേഷൻ ഓഫ് സീ വാട്ടർ ഇൻ ഓർഡർ ടു മേക്ക് പോർട്ടബിൾ വാട്ടർ. ഓക്കെ. അതിനകത്ത് എന്ത് ചെയ്യുന്നത്? അതായത് ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ രണ്ട് ടാങ്ക് എടുക്കും. ഒരു ടാങ്കിൽ സൊല്യൂഷൻ എടുക്കും, മറ്റേ ടാങ്കിൽ സീ വാട്ടർ എടുക്കും, മറ്റേ ടാങ്കിൽ പ്യുവർ വാട്ടർ എടുക്കും.
സീ വാട്ടർ ഫില്ല് ചെയ്ത ടാങ്കിൻ്റെ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രഷർ, ഹൈ പ്രഷർ, സാധാരണ ഒരു മിനിമം പ്രഷർ കൊടുത്താൽ പോലെ നല്ല ഹൈ പ്രഷർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ സീ വാട്ടറിനകത്തുള്ള വാട്ടർ സ്ക്യൂസ് ചെയ്തിട്ട് സെമി പെർമനന്റ് മെമ്പറിലൂടെ സ്ക്യൂസ് ചെയ്തിട്ട് ഈ പ്യുവർ വാട്ടർ അടങ്ങിയിരിക്കുന്ന ടാങ്കിനകത്തേക്ക് എത്തുകയും ആ ടാങ്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, പുറത്തേക്ക് വാട്ടറിനെ കലക്ട് ചെയ്യാനും പറ്റും. ഈ ഡയഗ്രത്തിൽ കാണിക്കുന്ന പോലെ അല്ലേ. അപ്പം അങ്ങനെ വാട്ടർ ലഭ്യത കുറവുള്ള കൺട്രീസിലൊക്കെ, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡീസാലിനേഷൻ ഓഫ് സീ വാട്ടർ ഈ പറയുന്ന റിവേഴ്സ് ഓസ്മോസിന്റെ ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് പ്രോബ്ലം പാർട്ടിനകത്തേക്ക് പോകാം. രണ്ട് പ്രധാനപ്പെട്ട പ്രോബ്ലമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ ഓർക്കുക, ആറിൻ്റെ വാല്യൂ 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ രണ്ട് പ്രോബ്ലം ചെയ്യുകയാണ്. ഒന്നാമത്തെ പ്രോബ്ലം വായിക്കാം. 200 centimeter cube of an aqueous solution of protein contains 1.26 gram of protein. The osmotic pressure of such a solution at 300 Kelvin is found to be 2.57 into 10 raised to minus 3 bar. Calculate molecular mass of the protein. ഇതാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഡാറ്റകളൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് എഴുതാം. എന്നിട്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? 200 centimeter cube of aqueous solution. So volume is 200 centimeter cube. അതിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.200 ലിറ്റർ. Contains 1.26 gram of protein. So weight of the protein W2 1.26 gram. The osmotic pressure of such solution is 2.57 into 10 raised to minus 3 bar. Therefore pi equal to 2.57 into 10 raised to minus 3 bar. Temperature is given as 300 Kelvin. And we know capital R is equal to 0.083 liter bar per mole per Kelvin. ഇനി ഈ പറയുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1 by 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ പറയുന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇക്വേഷൻ അറിയാം, M2 ഈക്വൽ ടു W2 RT by pi V എന്നാണ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 1.26 ഗ്രാം ഇൻറ്റു 0.083 ലിറ്റർ bar per Kelvin per mole into 300 Kelvin divided by 2.57 into 10 raised to minus 3 bar into 0.200 liter. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 61022 ഗ്രാം പെർ മോൾ എന്ന് നമുക്ക് എന്ത് കിട്ടും? മോളിക്കുലാർ മാസ് ഓഫ് ദി പ്രോട്ടീൻ നമുക്ക് കിട്ടും 61022 ഗ്രാം പെർ മോൾ എന്ന്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. Calculate osmotic pressure in Pascal exerted by a solution prepared by dissolving 1 gram of polymer of molecular mass 185,000 in 450 ml of water at 37 degrees Celsius. ഇവിടെ എന്തൊക്കെ ഡാറ്റാസ് ആണ് തന്നിരിക്കുന്നത്? പൈ കണ്ടുപിടിക്കണം, ക്വസ്റ്റ്യൻ മാർക്ക്. W2 വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട് 1 gram എന്ന് തന്നിട്ടുണ്ട്. മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് M2 185,000 എന്ന് തന്നിട്ടുണ്ട്. വോളിയം ഓഫ് ദി സൊല്യൂഷൻ 450 ml എന്ന് തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസിനെ കൺവേർട്ട് ചെയ്തു, അപ്പോൾ 310 കെൽവിൻ എന്ന് കിട്ടി. ആറിൻ്റെ വാല്യൂ പാസ്കൽ ആൻസർ കണ്ടെത്തേണ്ടത് കൊണ്ട് ആറിൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത് 8.314 ഇൻറ്റു 10 റൈസ് ടു 3 ലിറ്റർ പാസ്കൽ പെർ കെൽവിൻ പെർ മോൾ എന്നാണ്. അപ്പോൾ ഇതിൽ ഇക്വേഷൻ നമുക്കറിയാം, പൈ ഈക്വൽ ടു W2 RT ഇൻറ്റു 1000 ബൈ M2V. ഇവിടെ ഇൻറ്റു 1000 എടുക്കാൻ കാരണം വോളിയം മില്ലി ലിറ്റർ തന്നുകൊണ്ടാണ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 1 ഇൻറ്റു 8.314 ഇൻറ്റു 10 റൈസ് ടു 3 ഇൻറ്റു 310 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 185,000 ഇൻറ്റു 450. അപ്പോൾ നമുക്ക് ആൻസർ 30.96 പാസ്കൽ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓസ്മോട്ടിക് പ്രഷർ 30.96 പാസ്കൽ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? 8ഓളം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? 1, ഓസ്മോസിസ് എന്നാൽ എന്ത്? 2, ഓസ്മോട്ടിക് പ്രഷർ എന്നാൽ എന്ത്? 3, ഓസ്മോട്ടിക് പ്രഷർ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് എന്ന് പറയുന്നു എന്തുകൊണ്ട്? 4, ഓസ്മോട്ടിക് പ്രഷർ ഇക്വേഷനിൽ നിന്ന് മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? 5, അഡ്വാൻറ്റേജ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ ഓവർ അതർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. 6, വാട്ട് ആർ ദി അപ്ലിക്കേഷൻ ഓഫ് ഓസ്മോട്ടിക് പ്രഷർ. 7, വാട്ട് ഈസ് ഹൈപ്പർട്ടോണിക്, ഐസോട്ടോണിക് ആൻഡ്
ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. 8 വാട്ട് ഈസ് റിവേഴ്സ് ഓസ്മോസിസ്. പിന്നെ നമ്മൾ പ്രോബ്ലം ചെയ്തു. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഓരോ ഭാഗവും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഈ 8 ചോദ്യങ്ങളുടെ ഉത്തരവ് നിങ്ങൾക്ക് കിട്ടണം. 2 പ്രോബ്ലം തന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റണം. ഓരോ എപ്പിസോഡ് കാണുമ്പോഴും ആ എപ്പിസോഡ് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഈ ലോക്ക്ഡൗണിൻ്റെ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഈ ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ആവേശമായിരുന്നു. ഒരുപാട് കുട്ടികൾ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു, പഠിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴെല്ലാവരും എല്ലാം വിട്ടതുപോലെയാണ്. ഇതൊന്നും ക്ലാസ്സൊന്നും നടക്കൂല അല്ലേ, അങ്ങനെ വിചാരിക്കേണ്ട. കാരണം നമ്മൾ എന്തായാലും ക്ലാസ് നടക്കും, എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിക്കേണ്ടി വരും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ നിങ്ങളുടെ ജൂനിയേഴ്സ്, നിങ്ങളുടെ സീനിയേഴ്സൊക്കെ ഇതൊക്കെ പഠിച്ചിട്ടാണ് +2 പരീക്ഷയൊക്കെ പാസ്സായത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടാവുക. വെറുതെ നിങ്ങൾ കുറേ ആൾ പാസ്സാക്കിയിട്ട് വിട്ടിട്ട് കാര്യമില്ല, വെറുതെ ജയിപ്പിച്ച് വിട്ടുകൊണ്ട് കാര്യമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാം, ഒരു PSC എക്സാം ഒക്കെ വരുമ്പോൾ, നിങ്ങൾ എൻട്രൻസ് എക്സാം എന്തായാലും എഴുതുന്നവരാണ്, അതൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ, നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള നോളജ് നന്നായിട്ട് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് തന്നെ പഠിക്കണം. ഒരിക്കലും നിങ്ങൾ ഇനി പഠിപ്പൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഫ്രീ ആയിട്ട് എടുക്കരുത്. അത് നിങ്ങളെ ബാധിക്കും. അതുകൊണ്ട് ഓരോ ക്ലാസ് കൃത്യമായി കേൾക്കുകയും അതിൻ്റെ നോട്ട് തയ്യാറാക്കുകയൊക്കെ ചെയ്യാം. നോട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. www.ftacammagic.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കൃത്യമായ നോട്ടുകൾ തരുന്നുണ്ട്. ചിലപ്പോൾ വീഡിയോ ഇട്ട ഉടനെ തൊട്ടടുത്ത ദിവസം തന്നെ നോട്ട് കിട്ടിയെന്ന് വരില്ല. എന്നാലും 1-2-3 ദിവസങ്ങൾക്കകം ഞാൻ നോട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നോട്ട് നിങ്ങൾക്ക് കിട്ടും. പഴയ നോട്ടുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ വെബ്സൈറ്റിൽ കയറിയാൽ മതി. ഈ വീഡിയോ ആദ്യമായി കാണുന്ന കുട്ടിയാണെങ്കിൽ ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റിൻ്റെ 10 എപ്പിസോഡും ഈ സൊല്യൂഷൻ ഇപ്പോഴത്തെ ഈ പറയുന്ന എപ്പിസോഡ് വരെയുള്ള എല്ലാ നോട്ട്സും, എല്ലാ സബ് ടോപ്പിക്കിനും ഓരോ ചോദ്യങ്ങളുണ്ട്, 5 വീതം ചോദ്യങ്ങളുണ്ട്. അതുപോലെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് കൊടുക്കും. ചാപ്റ്റർ കംപ്ലീറ്റ് ആകുമ്പോൾ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും പിന്നെ അതുപോലെ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസും കിട്ടും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും FTA ബ്ലോഗുമായി ടച്ച് ചെയ്ത് നിൽക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അവസാനത്തെ എപ്പിസോഡായ അബ്നോർമൽ മോളിക്കുലാർ മാസുമായി നമുക്ക് അധികം വൈകാതെ തന്നെ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.